വിശദമായ വാർത്തയിലേക്കാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കില്ലെന്ന് മുൻ MLA എസ് രാജേന്ദ്രൻ. CPIയിലോ BJPയിലോ മത്സരിക്കുന്ന തന്നെ പിന്തുണച്ച സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുമെന്നും എസ് രാജേന്ദ്രൻ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. കേരള വിഷൻ ന്യൂസ് എക്സ്ക്ലൂസീവ്. സ്ഥാനാർത്ഥികൾക്കായി ത്രിതല തെരഞ്ഞെടുപ്പ് ആവേശത്തിലാണ് ദേവികുളം താലൂക്കെല്ലാം. നിലവിൽ ദേവികുളം താലൂക്കിൽ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചാരണമെല്ലാം ആവേശകരമായി നടക്കുമ്പോൾ തന്നെ എസ് രാജേന്ദ്രൻ MLA CPMന്റെ വലിയ പ്രവർത്തകനായിരുന്നു. ഇപ്പോൾ വേണ്ടപ്പെട്ട സ്ഥാനാർത്ഥികൾക്കായി വോട്ട് അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ BJPക്ക് ഒരു രഹസ്യമായി ഒരു പ്രചരണം നടത്തുന്നതായിട്ടുള്ള ആരോപണങ്ങളെല്ലാം ഉയരുന്നുണ്ട്. എന്താണ് പറയാനുള്ളത്? BJPക്ക് നേരിട്ട് വോട്ട് അങ്ങനെ ചോദിച്ചു പോയിട്ടില്ല. എന്നാൽ ദീർഘകാലമായി എന്നോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ ഉണ്ട്, അല്ലാത്ത പാർട്ടികളിലുമുണ്ട്. അപ്പം BJPക്ക് മാത്രമായി വോട്ട് ചോദിച്ചു എന്ന് പറയാനാവില്ല. മറ്റു പാർട്ടികളിലും, അതായത് CPM ഒളികെ ബാക്കി പാർട്ടികൾ നിൽക്കുന്ന ആളുകൾ എന്നോട് ആവശ്യപ്പെട്ടത് പ്രകാരം, എന്നോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അവരുടെ മക്കൾ എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ച് പ്രചരണത്തിന് ഇറങ്ങിയില്ല. ചില വീടുകളിൽ ചില വ്യക്തികളോട് ആവശ്യപ്പെട്ടപ്പോൾ ആ ഫോൺ നമ്പറിൽ അവരോട് വിളിക്കുകയും സംസാരിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ചില സ്ഥലത്ത് ചില വീടുകളിൽ ഇറങ്ങി സംസാരിച്ചിട്ടുണ്ട്, വോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. CPMന് പറയാത്തത് എന്താണ് എന്ന് ചോദിച്ചാൽ, ബാധ്യതയില്ലേ എന്ന് ചോദിച്ചാൽ, നമ്മൾ പൂർണ്ണമായും നല്ല മനസ്സോട് പ്രവർത്തിച്ച സമയത്ത് പോലും അവർക്ക് സംശയമാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം പറ്റിയാലും അതും അവസാനം പിന്നെ പ്രവർത്തിച്ചു എന്ന് പ്രവർത്തിക്കുകയും എന്നാൽ എതിരായി പ്രവർത്തിക്കുകയും ചെയ്തു എന്ന് സമയത്തിന് അടിസ്ഥാനത്തിൽ ചില നിലപാട് സ്വീകരിക്കുന്ന നേതാക്കൾ ഉള്ളിടത്തോളം ആ പാർട്ടിയുമായി സഹകരിക്കാൻ, ആ വ്യക്തികളുമായിട്ട്, പാർട്ടിയല്ല വ്യക്തികളുമായി സഹകരിച്ച് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ലേബലിൽ നിൽക്കുന്ന ആർക്കും നമ്മൾ വോട്ട് അഭ്യർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ഈ പറഞ്ഞ പോലെ നേരെ ശത്രുവാണല്ലോ അല്ലെങ്കിൽ പിന്നെ BJP എന്നുള്ള മട്ടിലാണല്ലോ കാണുന്നത് എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായി അതിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ ജനങ്ങൾ കാണുന്നുണ്ട്. ഞാൻ കണ്ടു എന്നുള്ളതല്ല, ആശയപരമായി ഞാൻ കണക്കാക്കുന്നു എന്നുള്ളതല്ല. പക്ഷെ എന്തുകൊണ്ടോ ആളുകളും മറ്റു വ്യക്തികളും അടുക്കുന്നതനുസരിച്ച് നമ്മുടെ ബാധ്യതകൾ ചിലത് ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അത് അങ്ങനെ പറഞ്ഞു. അത് പാർട്ടി കണ്ടുകൊണ്ടല്ല, BJP ആണെന്നോ CPI എന്നോ കോൺഗ്രസ് എന്നോ അങ്ങനെ കണ്ടുകൊണ്ടല്ല, ആളുകളുടെ അടുപ്പവും വ്യക്തി ഇടപെടലും കണ്ടുകൊണ്ട് മുൻകാല അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തു കൊടുക്കുന്ന സഹായമാണ്. നിലവിൽ CPMന്റെ ഒരു വലിയ പ്രവർത്തകനായിരുന്നു. ഇപ്പോൾ മെമ്പർഷിപ്പും ഒന്നും പുതുക്കിയിട്ടില്ല. നിലവിൽ തിരഞ്ഞെടുപ്പ് എല്ലാം ആവേശകരമായി നടക്കുന്നു. ഇനി നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം എങ്ങനെ കാണുന്നു? അത് തെരഞ്ഞെടുപ്പുകൾ വരും, പ്രക്രിയയില്ലേ. തെരഞ്ഞെടുപ്പുകൾ വരും, തെരഞ്ഞെടുപ്പ് കടന്നു പോകും. അതിൻ്റെ പൂർണ്ണമായ പ്രവർത്തനങ്ങളുണ്ട്. ഇപ്പോൾ ഒരാൾ മാറി നിന്നോ അല്ലെങ്കിൽ പുതുപ്പിച്ചില്ല എന്നുള്ളത് കൊണ്ടൊന്നും അവസാനിക്കുന്നില്ലല്ലോ. അതിനെല്ലാം അതിജീവിക്കാനുള്ള കരുത്ത് CPMന് ഉണ്ട്. അത് കടന്നു പോകും. തെരഞ്ഞെടുപ്പുകൾ പ്രക്രിയ അതും നടക്കും. ഫലാഫലങ്ങൾ അതിനനുസരിച്ച് നേതാക്കന്മാരാണല്ലോ ആശയം കൊണ്ടെത്തിക്കുന്ന ആളുകൾ. അപ്പം അവരുടേതായ ഇടപെടലിന്റെ ഭാഗമായി അതിന്റെ റിസൾട്ടും വരും. നിലവിൽ ഈ CPM പാർട്ടി കുറേ അനുനയ ചർച്ചകൾ നടത്തിയെങ്കിലും തങ്ങൾ പോകാൻ തയ്യാറായില്ലെന്നാണ് ഇരുന്നൊരു ആരോപണം. നേതാക്കന്മാർ, അതായത് സംസ്ഥാന തലത്തിൽ ഉള്ള നേതാക്കൾ, അഖിലേന്ത്യാ തലത്തിലുള്ള നേതാക്കൾ പോലും ഇടപെട്ടിരുന്നു, സംസാരിച്ചിരുന്നു, അനുകൂലിച്ചിരുന്നു. എനിക്കും താല്പര്യമായിരുന്നു. പക്ഷേ അടിസ്ഥാനപരമായി ഏറ്റവും സഹകരിക്കേണ്ട സ്ഥലത്തുള്ള ആളുകൾ, നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ താല്പര്യം അവർ കാണിക്കുന്നില്ല, സഹകരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല. അത്തരത്തിലുള്ള വാചകങ്ങളും പ്രവർത്തനങ്ങളും അവരുടെ ഭാഗത്തുണ്ട്. എന്ന് വെച്ചാൽ ഈ വളരെ സിമ്പിളായി പറഞ്ഞാൽ, സർക്കാരുടെ നോട്ടീസുകളിൽ പോലും രാജേന്ദ്രന്റെ പേര് വരാതിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. മുൻകാലങ്ങളിൽ ചെയ്തിട്ടുള്ള ഇപ്പോൾ സ്കൂൾ ബസ്, ആ ബസ്സിൽ വാങ്ങിച്ചു കൊടുത്ത ബസ്സിൽ എഴുതിയിട്ടുള്ള പേര് പോലും FC പോകുമ്പോൾ മായ്ച്ചു കളയണം എന്ന് നിർദ്ദേശം കൊടുക്കുന്ന നേതാക്കന്മാരുണ്ട്. അപ്പോൾ അവരുടെ മനസ്സിൽ എന്താണ് എന്ന് നമ്മൾ കണക്കാക്കുന്നു. ഇനി വരുന്ന ഭവിഷ്യത്തുകൾ എന്തെങ്കിലും വന്നാൽ അതിനെ എല്ലാം പഴി ചുമക്കേണ്ട കാര്യം നമുക്കില്ല. അതുകൊണ്ടാണ് അടുക്കാതിരിക്കുന്നത്. നിലവിൽ ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഒരു തീർച്ചയായും അത് ചെയ്യും. അത് ഏത് പാർട്ടിയൊന്നും നോക്കത്തില്ല, അങ്ങനെ നോക്കത്തില്ല. ഈ പാർട്ടി മാത്രം നോക്കും. ഏത് പാർട്ടി? CPMന് അനുകൂലിക്കില്ല. ബാക്കി CPI
CPI അവർക്കൊക്കെ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്രചരണം അങ്ങനെയല്ല. ഒറ്റപ്പെട്ട് ഇന്ന ആളുകളോട് അവർക്കറിയാം ആരൊക്കെ പറഞ്ഞാൽ എന്തൊക്കെ നടക്കുന്നു. അങ്ങനെയല്ല ചില ആളുകളെ വിളിച്ച് പറയുകയും ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. അതിൽ മറച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ, ധൈര്യപൂർവ്വമായി ചെയ്തിട്ടുണ്ട്. മുൻ MLA ആയ S. രാജേന്ദ്രന്റെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കണ്ടത്. കൂടുതൽ വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നുണ്ട്. ബിനീഷ്, മുൻ MLA ആയ S. രാജേന്ദ്രന്റെ പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. CPM-നെ പിന്തുണയ്ക്കില്ല, CPI-യിലോ BJP-യിലോ മത്സരിക്കുന്ന തന്നെ പിന്തുണച്ച സ്ഥാനാർത്ഥികൾക്കൊക്കെ വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും CPIM-ന് വലിയൊരു തിരിച്ചടിയാണെന്ന് തന്നെ നമുക്ക് പറയാൻ. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPIM സ്ഥാനാർത്ഥികളെ താൻ പിന്തുണയ്ക്കില്ലെന്ന് S. രാജേന്ദ്രൻ XMLA തുറന്നടിച്ചിരിക്കുകയാണ്. നിലവിൽ ഒരു പാർട്ടിക്ക് വേണ്ടിയും പരസ്യപ്രചരണം താൻ നടത്തിയിട്ടില്ല. BJP ഉൾപ്പെടെയുള്ള മറ്റു പാർട്ടികൾ സ്ഥാനാർത്ഥികൾക്കുള്ളിൽ പലരും മുൻ തെരഞ്ഞെടുപ്പുകളിൽ തന്നെ സഹായിച്ചിട്ടുള്ളവരാണ്. ഇവരെ തിരിച്ചു സഹായിക്കും. BJP-ക്ക് വോട്ട് ചെയ്തതെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. വ്യക്തിബന്ധമുള്ള സ്ഥാനാർത്ഥികൾക്ക് ഫോണിലൂടെ പിന്തുണ നൽകിയിട്ടുണ്ട്. എന്നാൽ നേരിട്ട് പ്രചാരണത്തിന് ഇറങ്ങിയിട്ടില്ലെന്നും രാജേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ഇതിൽ രാജയ്ക്കെതിരെ പ്രവർത്തിച്ചു എന്നാരോപിച്ച് തന്റെ പാർട്ടി സസ്പെൻഡ് ചെയ്തത്. എന്നാൽ ആരോപണം പിന്നീട് നടന്ന സമ്മേളനങ്ങളിലൊന്നും വന്നിട്ടില്ല. ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ചേർന്നാണ് മറയൂരിൽ വെച്ച് സമ്മേളന റിപ്പോർട്ട് തനിക്കെതിരാകുന്ന രീതിയിൽ തിരുത്തിയത്. താൻ മണ്ഡലത്തിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ റിപ്പോർട്ടിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കി. പ്രാദേശികമായി ജനങ്ങൾക്ക് നേട്ടം ഉണ്ടാകുന്നുവെങ്കിൽ ഏതു പാർട്ടിയിലും ചേർന്ന് പ്രവർത്തിക്കുന്നതിന് ഒരു തടസ്സമില്ലെന്നാണ് രാജേന്ദ്രൻ വ്യക്തമാക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ BJP-ക്ക് രഹസ്യമായി തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. പലരെയും സ്ഥാനാർത്ഥികളെല്ലാം തന്നെ തങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് വോട്ട് അഭ്യർത്ഥിച്ചിരുന്നത്. ഫോണിലൂടെയാണ് ഈ വോട്ട് അഭ്യർത്ഥിച്ചത്. നിലവിൽ പരസ്യ പ്രചരണം നടത്തുന്നില്ല. പക്ഷേ തനിക്ക് വേണ്ടപ്പെട്ട സ്ഥാനാർത്ഥികളെ താൻ ഫോണിലൂടെ ബന്ധപ്പെട്ട് അത്തരത്തിൽ വോട്ട് അഭ്യർത്ഥിക്കും എന്ന് രാജേന്ദ്രൻ പറഞ്ഞിരിക്കുകയാണ്. ഏതായാലും ജനങ്ങൾക്ക് സാമൂഹികവും സാമ്പത്തികവുമായി ഉയർച്ചയുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതിനാണ് താല്പര്യം. ഇതൊരു അഭിമാന പ്രശ്നമായി മാറിയിരിക്കുകയാണ്. സ്ഥാനമാനങ്ങൾ ലഭിക്കണമെന്ന് താൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ് ഈ രാജ്യത്തിന്റെ ഒരു വിശദീകരണം വന്നിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായിരുന്ന രാജയ്ക്കെതിരെ പ്രവർത്തിച്ചെന്ന് ആരോപിച്ച് തന്നെ ഈ CPM പ്രവർത്തകർ, അത് CPM ജില്ലാ സെക്രട്ടറി അംഗം തനിക്കെതിരെ ഇത്തരത്തിൽ വലിയ രീതിയിലൊരു ആരോപണം ഉയർത്തി തന്നെ നാണം കെടുത്തി എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ രാജേന്ദ്രന്റെ ഒരു ആരോപണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് CPM-നെ പൂർണ്ണമായി താൻ പിന്തുണയ്ക്കില്ലെന്ന ഒരു മറുപടിയുമായി തുറന്നടിച്ച് തന്നെ S. രാജേന്ദ്രൻ XMLA ഇപ്പോൾ ഈ പ്രതികരണം നടത്തിയിരിക്കുന്നത്. ശരി, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കില്ല എന്നാണ് മുൻ MLA S. രാജേന്ദ്രൻ പറയുന്നത്. CPI-യിലോ BJP-യിലോ മത്സരിക്കുന്ന തന്നെ പിന്തുണച്ച സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുമെന്നും S. രാജേന്ദ്രൻ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. കേരള വിഷൻ ന്യൂസിനോടുള്ള പ്രതികരണത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കുന്നത്. കേരള വിഷൻ ന്യൂസ് എക്സ്ക്ലൂസീവ് ആണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. കേരള വിഷൻ ന്യൂസിലൂടെയായിരുന്നു മുൻ MLA ആയ S. രാജേന്ദ്രന്റെ പ്രതികരണം ഉണ്ടായത്. ബിനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്. ാരിയെ ബലാത്സംഗം ചെയ്തെന്ന രണ്ടാമത്തെ കേസിൽ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ